സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ അറിയാലോ, ഗാർഹിക പീഡനത്തിൽ ഞാൻ സകലടത്തിനകത്താകും. താനല്ലേ എവിടെ ഒപ്പിട്ട് പറഞ്ഞത്? അടലോ ബാക്കി അവിടെ ചാവും. സാറേ അയ്യോ സാറേ നിരപരാധിയാ സാറേ. സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല സാറേ. ഒന്ന് പറയലേ, ഒന്ന് പറയലയാ സാറേ. ഞാനൊരു പാവമാ സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാറേ. അയ്യോ എന്റെ അയ്യോ നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കേ, ഞാനതിന് വഴിയുണ്ടാവും. നീ യാത്രയില്ലേ? നേരെ നോക്കണോ, സ്വന്തം മകളെ വെച്ചാ താൻ ഇങ്ങനെ ഒരു കള്ളപ്പരാതി എഴുതുന്നു. ഇതിന്റെ പേരിൽ ഞാൻ ഇവർക്കെതിരെ കേസെടുത്ത് ആദ്യത്താലേ നാളെ പുറത്തിറങ്ങുന്ന തന്റെ മകളെ നോക്കി ആൾക്കാർ എന്ത് പറയണോ? ഈ കുട്ടി വന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾക്ക് അവിടെ അന്വേഷിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഇവർ മാത്രമല്ല, അതിന്റെ നാണക്കേട് തന്റെ മകളും കൂടി അനുഭവിക്കേണ്ടി വരും. തലശ്ശേര കുടുംബത്തിന് വേണ്ടി ധനം ശേഖരിക്കുക മാത്രമല്ല ഒരാളുടെ ഉത്തരവാദിത്വം. അനാവശ്യമായ അപവാദത്തിൽ നിന്നും മാനക്കേടിൽ നിന്നും ഒരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് കൂടിയാ. കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും. അത് ഇങ്ങനെയാണോ ചെയ്യുക? താന്റെ അച്ഛനാണോ? സാറേ ഇവരെല്ലാരും കൂടെ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്നിട്ട് എന്നെ തല്ലി. അതിന് കേസില്ലയോ സാറേ? അതിനു മുമ്പ് താനും തന്റെ ഭാര്യയും കൂടി ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇയാളെ തല്ലിയില്ലേ? അതിന് കേസെടുക്കണ്ടേ? അടിപിടി കേസാണെങ്കിൽ അതിനായിരിക്കണം പരാതി കൊടുക്കട്ടെ. അല്ലാതെ ഇങ്ങനെ മകളെ വെച്ച് പരാതി കൊടുത്തിട്ടല്ല. നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് വഴക്ക് വേണമെങ്കിലും ഉണ്ടാവും. അതിന്റെ പേരിൽ അടിപിടിയോ ഇമാതിരി കള്ളക്കേസോ ഇനി മേലുണ്ടാവരുത്. കേട്ടല്ലോ? എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം. അതിനാ ഇവിടെ പോലീസ്. മനസ്സിലായോ? നിങ്ങൾ നാലുപേരും പുറത്തു പോയി ഒപ്പിട്ട് വയ്ക്കോ. ഞാൻ കുറച്ചു നേരം വിളിക്കട്ടെ. സാറേ അങ്ങോട്ട് മാറിക്കണോ? താങ്ക് യു ബൈ. സുഭാഷേട്ടാ, നീ പണിക്ക് പോയില്ലേ? അവിടെ എന്താ വരുന്നത്? ജാമ്യം എടുക്കാൻ വക്കീലിനെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഏട്ടാ. ഞങ്ങളത് സംസാരിച്ചിരിക്കുവായിരുന്നു. നിന്നോടാരാ പറഞ്ഞേ? ഹരീഷന്റെ അച്ഛൻ ഭാസ്കരേട്ടൻ. കണ്ടില്ലേ, ഇനി നാട്ടിലെങ്ങും പാട്ടാവും. പുള്ളിക്കാരന് ഇതൊരു അന്തസ്സാ. എന്നെ പോലെ എന്റെ മക്കളും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അഭിമാനിക്കാലോ. വിടടാ മോളൊരു പച്ചപ്പാവെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നിന്റെ മിടുക്ക ഞങ്ങൾ പുറത്തിറങ്ങാൻ കാരണം. ദൈവമേ, ഈ ബുദ്ധി സ്വന്തം കാര്യത്തിൽ പ്രയോഗിക്കാനുള്ള ബുദ്ധി ഇവൾക്ക് തോന്നരുതേ. എനിക്ക് പണി വരരുതേ. ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കും. ഭാഗ്യരീടെ മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് കഷ്ടപ്പാട്? സുഭാഷേട്ടൻ പറഞ്ഞു ശരിയാ. ഏട്ടത്തി ഒന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പുറത്തിറങ്ങില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കാം? ചോദ്യം ചെയ്യുമ്പോ അതാ സാറിന് അപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യുമായിരുന്നു. ചിലപ്പോ അങ്ങനെ സംഭവിച്ചേനെ, പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമായിരുന്നില്ല. വെറുതെ ഏട്ടത്തിയും കൂടി ടെൻഷനായി. ഞങ്ങൾ കാരണോട് പോലീസ് സ്റ്റേഷനിലും കയറി. എനിക്കൊരു ടെൻഷനില്ല ഹരീഷേ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ആദ്യമായിട്ടല്ലല്ലോ. നിങ്ങളെ പോലീസ് ഒന്ന് കൊണ്ടുപോയപ്പോഴായിരുന്നു എനിക്ക് ടെൻഷൻ. ഇപ്പൊ എല്ലാരും വന്നല്ലോ, ഞാൻ റിലാക്സ്ഡ് ആയി. ഇതൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ആദ്യ അനുഭവം. ഒരു പ്രശ്നം വരുമ്പോ ഇതുപോലെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. അത് മോള്. സുഭാഷേട്ടൻ പറഞ്ഞ ശരിയാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ടുപോയി സത്യം തെളിയിച്ചില്ലേ. ആക്ച്വലി പ്രൗഡ് ഓഫ് യു. ഇക്കാര്യത്തിൽ സുനന്ദ ശരിക്കും ഹെൽപ്പ് ചെയ്ത്. ഇൻസ്പെക്ടർ ചോദിച്ചപ്പോ അവള് സത്യം പറയാതിരുന്നെങ്കില് വലിയ കുഴപ്പമായനെ. പാവം, അതിന്റെ പേരില് അവളെ അവരൊക്കെ കൂടി എന്തുമാത്രം തല്ലുന്ന ആർക്കറിയാം. സുനന്ദ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങോട്ട് വരാണ്ടിരുന്ന ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതന്നെ, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ പിന്നാലെ വരെ നിധിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണക്കാരിയായ സുനന്ദ വന്നോ? ഇല്ലല്ലോ. മാത്രമല്ല എന്താ നടന്നെന്ന് നമുക്കറിയാലോ. വന്ന് സത്യം പറയാറുന്നില്ലേ? ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അവള്. എന്തിന്? ഇപ്പൊ ഫോൺ ചെയ്തപ്പോ പോലെ സംസാരിച്ചില്ലല്ലോ. ഇയാൾ ഇൻസ്പെക്ടറുടെ കാല് പിടിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അവൾ സത്യം പറഞ്ഞത്. അതുകൊണ്ട് പുറത്തിറങ്ങിയതിന്റെ ക്രെഡിറ്റ് സുനന്ദയ്ക്ക് കൊടുക്കൊന്നും വേണ്ട. അതിന്റെ കാരണക്കാരി ഇയാൾ തന്നെയാ. എന്റെ അവസ്ഥ പോലെ അല്ല അവളുടേത്. ആ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ അവളുടെ വീട്ടുകാരങ്ങനെ ചെയ്യുന്ന അവളെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിയാ, ആ പെണ്ണൊരു പാവ. ഇതിനോടകം അവളെ അവരെല്ലാരും കൂടെ തല്ലി കൊല്ലാറാക്കിയിട്ടുണ്ടാവും. ഓ പിന്നെ സുഭാഷേട്ടാ ഈ പാവം എന്ന് വിചാരിക്കുന്നുണ്ടാ? അവൾ അത്ര പാവൊന്നുമല്ല. അവൾ ഇങ്ങോട്ട് വരുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഒരു പ്രശ്നം ഉണ്ടായ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലെ അതിനില്ല. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണേ? സുരേന്ദ്രച്ചോട് ആദ്യം സോഫ്റ്റ് കോൺ ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. അത് ഇവിടുത്തെ ഇതോടെ ഈ പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചോണം. എടാ നിന്നോടും ഹരീഷിനോടായിട്ടാ പറയുന്നത്. ഇനിയും അവരുടെ വീട്ടിൽ പോയി നമ്മളായിട്ട് ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട, കേട്ടല്ലോ? എടാ ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങള് ഉത്തരം പറ. ഇനി ഒന്നിനും നിൽക്കില്ലെന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? പോലീസ് ഇടപെട്ട് പരിഹരിച്ച കേസാ. നിങ്ങളായിട്ട് പോയിട്ട് വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കിയാല് വലിയ പ്രശ്നമാവും. ശരിയല്ലേ? ഇതോടെ എല്ലാം അവസാനിക്കണം, കേട്ടല്ലോ? ഉത്തരവ് മേഡം. ശരി, തീർന്നോളൂ അതിന്റെ കളി. നിന്നെ ഞാൻ കടിക്കില്ല. നിന്നെ തല്ലിനെ കൊല്ല വേണ്ടത്. അശ്രീകരം. ഇനിയും തന്നെ ചത്തുപോകും. മിണ്ടി പോരുത്. അവനെ പുറത്തിറക്കാൻ പോലീസിനെ ഒറ്റ കൊടുക്കുമ്പോ നീ ഞങ്ങളെ പറ്റി ആലോചിച്ചോടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്നു. അതിന് കാരണം നീയാ. എന്ത് പറയണമെന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുപോയത്? പോലീസുകാരെ മുന്നിലെത്തിയപ്പോ നിനക്ക് അവരെ ഓർമ്മ വന്നല്ലേ? അതുകൊണ്ടായിരിക്കും മാറ്റി പറഞ്ഞത്. നിന്റെ അച്ഛനേക്കാൾ വലുത് അവനാണോടി? അന്യ നാട്ടിൽ കിടന്ന് ഈ മനുഷ്യൻ രാവും പാലും കഷ്ടപ്പെട്ടതേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അത് നീ ആലോചിച്ചോടി. നീ ഇങ്ങനെ ചതിക്കും ഞങ്ങൾ വിചാരിച്ചില്ല മോളെ. എന്റെ അനിയത്തിയുടെ മോളായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് നിനക്ക് ഞാൻ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞാല് അത് നടക്കില്ല എന്ന് നീ കരുതിയോടി. ചെറുക്കന്റെ വീട്ടുകാരെന്ന് വന്നച്ച് പോട്ടെ, എന്നെ സ്റ്റേഷനിൽ കയറ്റിയെന്നുള്ളത് അതിനുശേഷം നിനക്ക് ഞാൻ തരാം. ഹലോ, നേരെ മുക്കാട്ടുപടി കവലയിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. കിഴക്കോട്ടുള്ള സ്ട്രീറ്റ് റോഡാ. അളിയാ, അവര് പുറപ്പെട്ടു. 1 മണിക്കൂറിനുള്ളിൽ എത്തും. അവരുടെ മുമ്പില് ഇവള് കരഞ്ഞ് നിലവിളിച്ച് നിന്നാല് സത്യമായിട്ട് ഒരു തവണ കൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും.
നിന്റെ മോളെ തീർത്തിട്ടായിരിക്കുന്നു മാത്രം. നല്ല കാര്യം ഒതുക്കി കൊടുത്താൽ നിനക്ക് നല്ലത്. ബാലിയ തൊള്ള ചട്ടപ്പോലെ നീ ഇങ്ങനെ കരയില്ലല്ലോ. അച്ഛൻ പറഞ്ഞിട്ട് പോലും കേട്ടല്ലോ. പോലീസുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ പോലെ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയാ. അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത്, ഞാനായിരിക്കും. ഓർത്തോ. ചെന്ന് മുഖം കഴിയ റെഡി ആവാൻ നോക്കടി. ഹലോ നിധി, എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എടുത്ത് പറഞ്ഞോളൂ. നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി കുറേയായി. എന്ത് ചെയ്യാം, എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും. ഫോൺ വിളിക്കുന്നത് കണ്ട അതും പറഞ്ഞ് പ്രശ്നമാവെന്ന് കരുതിയ ഞാൻ. അത് സാരല്ല എടുത്തേ. അന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞു ഞാൻ വോയിസ് നോട്ട് അയച്ചിരുന്നു. ഞാൻ കേട്ടിരുന്നു. സോറി നിധി. അത് കഴിഞ്ഞില്ല എടുത്തേ, വിട്ടേക്ക്. കുറച്ചു ദിവസമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ചോദിക്കട്ടെ? ഉം. സൂര്യ നിനക്ക് ഇഷ്ടമില്ലെന്നുള്ളത് ശരി തന്നെ. പക്ഷേ സുധീഷിനെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് എടുത്തോട് ഞാൻ പറഞ്ഞു. പിന്നെ കല്യാണം? അതൊരു ആക്സിഡന്റ് മാരേജാ. എന്നുവെച്ചാ അതൊക്കെ ഒരു കഥയായിട്ടേ. പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നീ പറ നിധി. നീ സുധീഷിനെ വിവാഹം കഴിക്കാൻ കാരണം എന്തായിരുന്നു? അവനോടൊപ്പം നീ ഓടിപ്പോയത് പിന്നെ എന്തിനാ? ഞാൻ സുധീഷിനോടൊപ്പം ഓടിപ്പോയതല്ല എടുത്തേ. പിന്നെ സൂര്യനെ രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എനിക്ക് ഡ്രൈവറായിട്ട് വന്നത് സുധീഷ്. അന്ന് പോരുമ്പോ എന്നത്തെയും പോലെ ആ സൂര്യനെ ഫോൺ വിളിച്ചു. താനെയൊക്കെ ചികിത്സയ്ക്കാ വേണ്ടത്, സൈക്കോ. എന്റെ ലുക്ക് ഇനി നമ്മൾ തമ്മിൽ ലുക്കൊന്നുമില്ല. ഞാൻ ഫോണിലൂടെ അവന് പറയാൻ തോന്നിയതെല്ലാം പറഞ്ഞു. ഞാൻ രാത്രി പുറത്തെവിടെയാണെന്ന് അവന് മനസ്സിലായി. പിന്നെ അറിയാലോ, ഇതാ ശരിക്കും നടന്നത്. അപ്പോ ഇത് നിന്റെ ഇഷ്ടത്തിന് നടന്ന കല്യാണമല്ലേ? അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സുധീഷിനും തെറ്റു പറയാൻ പറ്റില്ല. ഒന്നോർത്താ അയാളുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ. നീ എന്താ ഞങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത്? പറയാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നോ? എപ്പോഴെങ്കിലും എന്റെ ഭാഗത്തൊരു ശരിയുണ്ടാവുന്ന ചിന്തിച്ചോ? ഇപ്പോഴും ആരപ്പിരി സൈക്കോയെ എന്റെ തല കെട്ടിവെക്കാനല്ലേ നോക്കുന്നത്. എങ്ങനെ എനിക്ക് എന്നെ പറയാൻ പറ്റും? ശരി, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറഞ്ഞിട്ട് വീണ്ടും എന്നെ അവന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കും. അതല്ലേ സംഭവിക്കുക. ആ സൈക്കോ ആണെങ്കിൽ തിരിച്ചു പോകാതെ ഇപ്പോഴും കെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. റാസ്കൽ. അത് ശരിയാ, അയാൾ ഇപ്പോഴും അരുണേട്ടനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നീ ആഗ്രഹിച്ചത് സ്വന്തമായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ലേ? അതിപ്പോ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനി എന്ത് ചെയ്യും? എത്ര കാലം ആ വീട്ടിൽ നീ ഇങ്ങനെ കഴിയും? ജീവിതകാലം മുഴുവൻ സുധീഷിന്റെ വൈഫായി അവിടെ ജീവിക്കാനുള്ള ഭാവം? അയ്യോ, അങ്ങനൊന്നും പറ്റില്ല എടുത്തി. ഞാനിതൊരു കല്യാണമായിട്ട് വിചാരിച്ചിട്ടേ ഇല്ല. ഇവിടെ കഴിയുന്നിടത്തോളം എനിക്കൊരു പ്രശ്നമില്ല എടുത്തി. എല്ലാവരും എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്. പക്ഷെ അധികാലം ഞാനിവിടെ നിൽക്കില്ല, ഉറപ്പ്. വെറുതെ എന്തിനാ നിധി വീണ്ടും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്? എന്താ എടുത്തി? കഴിഞ്ഞതൊരു ആക്സിഡന്റൽ മാരേജ് ആയിരുന്നു എന്ന് നീ പറഞ്ഞു. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതല്ലേ? അത് പോലീസുകാർ അങ്ങനെ ചെയ്തത്. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴാണ് നിയമപരമായ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താ നിധി ഇത്ര വലിയൊരു കാര്യം നീ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത്? നിനക്കും ഒരുപക്ഷെ സുധീഷിനും ഇത് കല്യാണമല്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ലീഗലി നിങ്ങൾ പാർട്ണർമാരായി കഴിഞ്ഞു. അതുകൊണ്ട് നിയമപരമായി തന്നെ ഡിവോഴ്സ് വാങ്ങി പറ്റൂ. വേറെ ഒരു നിവൃത്തിയില്ലാതെ അല്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ ഇത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് മൂവ് ചെയ്യരുതോ? രണ്ടുപേർക്കും ഇടയിൽ ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമല്ലേ? ഇത്രയും കാലം ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാ എന്തു പറയും? നാളെ നിനക്കൊരു ജീവിതം വേണ്ടേ? സുധീഷിനും അയാളുടേതായ ഒരു ജീവിതം വേണ്ടേ? അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സ് ലീഗലി നടക്കണം നിധി. ഇനിയും ലേറ്റ് ആയ നിനക്ക് കൂടുതൽ ആപത്ത്. ശരിയാടുത്തി, ഞാൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. എനിക്ക് മാത്രല്ലല്ലോ, സുധീഷിനും അത് പ്രധാനമല്ലേ. അവന്റെ കാര്യം വിട്. ഇതിങ്ങനെ നീണ്ടു പോയാ നാളെ സുധീഷിന് ഈ കല്യാണം തന്നെ മതിയെന്ന് തോന്നിയാലോ? ഇനി ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? അയ്യോ, അതാ പറഞ്ഞത്. നിനക്കാ കൂടുതൽ ആപത്തെന്ന്. നീ ഇന്ന് തന്നെ സുധീഷിനോട് സംസാരിക്കും. എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കാണ്. ഓക്കെ? ശരിയാടുത്തി, ഞാൻ എന്നിട്ട് വിളിക്കാം. ശരി. സുധീഷൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാടോ? നമുക്ക് നടന്നത് ഒരു ഫേക്ക് മാരേജ് ആയതുകൊണ്ട് ഇതധികം തുടർന്നു പോകുന്നത് ശരിയല്ല. പക്ഷെ ലീഗലി നമ്മൾ മാരീഡ് ആയ സ്ഥിതിക്ക് ഡിവോഴ്സ് അപ്ലൈ ചെയ്തിരിക്കാനും പറ്റില്ല. അതായത് ഞാനും നീയും മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഡിവോഴ്സ് വാങ്ങിക്കണം അല്ലേ? അതെ, അതല്ലേ വേണ്ടത്. എടോ, നമ്മൾ രണ്ടാളും കല്യാണം കഴിച്ചില്ലേ? ഇനിയിപ്പോ ഏതായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. മരണം വരെ നീയും ഞാനും ഭാര്യയും ഭർത്താവും ആയിരിക്കും. അത് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ദൈവമേ, അങ്ങനെ സംഭവിക്കോ? ഡിവോഴ്സ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ചോദിച്ചാലോ? സുധീഷ് എന്താ പതിയെ എന്താ? ഒന്ന് പുറത്തേക്ക്. ഈശ്വര, ഒറ്റയ്ക്ക് പുറത്തേക്ക് വിളിക്കുന്നു. ട്രാക്കിൽ വീണോ? നിധി, പറയേ, എന്താ വിഷയം? സംഭവം അത് തന്നെ. സുധീഷ്, നാളുകൾക്ക് ശേഷം എനിക്ക് നിന്നോട് അത് പറയാൻ തോന്നുന്നു. ഐ ലവ് യു. അങ്ങനെ തുറന്നു പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. നിധി, അങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഇയാളുടെ മനസ്സിൽ തോന്നിയില്ലേ, അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. പറഞ്ഞു. അന്നൊരു ദിവസം രാത്രി എന്നെ പുറത്തു കൊണ്ടുപോയില്ലേ? ആ അതെ, നമ്മള് ഒരുമിച്ച് പാർക്കിലൊക്കെ പോയി കറങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചെന്ന ദിവസല്ലേ? അതുപോലെ ഇന്നൊന്ന് പോയാലോ? എന്തൊരു ചോദ്യമാണിത്. ഈ സുധീഷ് ജീവിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അടുത്തെവിടെയെങ്കിലും മതി. അതെന്താ, നമുക്ക് പോലോ. അല്ല നിധി, എന്താ പ്രശ്നം? അന്നത്തെ പോലെ മനസ്സിനെന്തെങ്കിലും ഈ ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നുമില്ല. ഇയാളോട് കുറച്ച് സംസാരിക്കണം തോന്നി. എന്നോടോ? സംസാരിക്കാലോ. എത്ര കൂടുതൽ സംസാരിക്കാം? ഞാൻ മൊബൈൽ എടുത്തിട്ട് വരാം. അപ്പൊ സ്വപ്നമല്ല. ഈശ്വര, രാത്രി നേരം പൂർണ്ണ നിലാവ്, തണുത്ത കാറ്റ്, ഞാനും ഐ ലവ് യു എന്ന് പറയാൻ ഇതിലും പറ്റിയ സമയമുണ്ടോ? ഈ നാടകങ്ങളി തീർക്കണ്ടേ? മനസ്സിലായില്ല. ഈ കല്യാണത്തിന്റെ കുടിക്കുന്ന നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണ്ടേ? നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങളുണ്ട്. അതിൽ ഇതൊരു തടസ്സമാവരുത്. അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയൊരു തെറ്റാ സാർ ഈ കല്യാണം.
എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല, സുധീഷിന് എന്നെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ.